നമസ്കാരം. ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസത്തിലാണ്. മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേയുടെ രണ്ടാമത്തെ ഘട്ടത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളുടെ ഫലം ഇന്നറിയാം. ഇന്നലെ നമ്മൾ 7 ലോക്സഭാ മണ്ഡലങ്ങളുടെ അഭിപ്രായ സർവേ ഫലമാണ് ഇന്നലെ പുറത്തുവിട്ടത്. അതിൽ 6 UDF-ഉം 1 LDF-ഉമായിരുന്നു. ഈ 7-ൽ LDF എത്ര, UDF എത്ര, BJP എത്ര? ഇന്നലത്തെ അതേ പാറ്റേൺ ആവർത്തിക്കപ്പെടുമോ? ഇന്ന് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ചില മണ്ഡലങ്ങൾ ഇന്നത്തെ അഭിപ്രായ സർവേയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അഭിലാഷ് പറഞ്ഞത് വടകര, അതുപോലെ തന്നെ തൃശ്ശൂർ, ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും എന്ന് പറഞ്ഞു. ഒന്നുണ്ടാവും. അതുപോലെ ഞാനും തിരിച്ചൊരു കാര്യം പറയാം. ഇന്നലത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങൾ ഇന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അതുകൊണ്ട് കേരളത്തിന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്നറിയാൻ നിശ്ചയമായും നമ്മൾ ജൂൺ മാസം 4-ാം തീയതി വരെ കാത്തിരിക്കണം. പക്ഷെ അതിന്റെ ചില സൂചനകൾ ഈ അഭിപ്രായ സർവേയിൽ വ്യക്തമാണ്. 25,000-ത്തിലധികം ആളുകളെ ഈ 20 മണ്ഡലങ്ങളിലെയും മുഴുവൻ നിയമസഭാ സെഗ്മെന്റുകളിലും ചെന്ന് കണ്ട് മാർച്ച് മാസം 3-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ഈ അഭിപ്രായങ്ങൾ രൂപീകരിച്ചതിന് ശേഷം പി മാർക്ക് നൽകിയിട്ടുള്ള വിവരങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ഈ മണ്ഡലങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, ഇന്നലത്തെ ഷോ കഴിഞ്ഞിട്ട് അഭിലാഷിനെ ആരെങ്കിലും ഒക്കെ വിളിച്ചോ? എന്തെങ്കിലും തരത്തിലുള്ള റെസ്പോൺസ് ഒക്കെ വന്നോ? എന്താണ്? ഒരുപാട് പേര് വിളിച്ചു, സ്വാഭാവികമായിട്ടും വിളിച്ചു. ഇനി വരാൻ പോകുന്ന മണ്ഡലങ്ങളെക്കുറിച്ച് ഉള്ള ആകാംക്ഷ, നിലവിലുള്ള മണ്ഡലങ്ങളിലെ സ്ഥിതി ഇത് തന്നെയാണോ, അതിൽ ചില വേറെ തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവില്ലേ, അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ. സ്ഥാനാർത്ഥികൾ, സുഹൃത്തുക്കൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് എന്നെയും വിളിച്ചു. അവരെല്ലാം, ചിലർക്ക് എൻ്റെ മണ്ഡലം എന്നാണ് വരുന്നത്, സ്ഥാനാർത്ഥികൾ ചിലർക്ക് അതാണ് അറിയേണ്ടത്. ചിലർ സ്ഥാനാർത്ഥികളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഇതെങ്ങനെ അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ചില മണ്ഡലങ്ങളുടെ കാര്യം പ്രത്യേകമായി ചോദിക്കുന്നു. ഏത് മണ്ഡലം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ആളുകൾക്ക് മൊത്തത്തിൽ വലിയ രീതിയിലുള്ള ആകാംക്ഷയുണ്ട്. ശരി, ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് നേരം ആളുകളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തണ്ട, പോകാം. ഈ രാത്രിയിലെ ആദ്യത്തെ ചോദ്യം, നരേന്ദ്രമോദിയുടെ സർക്കാർ അഴിമതി മുക്തമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ്. കേരളീയരോടാണ് ചോദ്യം. മോദി സർക്കാർ അഴിമതി മുക്തമാണോ എന്ന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് റഫേൽ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ വരികയും ഒക്കെ ചെയ്തു. അത് പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ റിഫ്ലക്ട് ചെയ്തു, അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയോ ഇല്ലേ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇത്തവണയും ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇലക്ട്രൽ ബോണ്ടിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചു. അത് കേരളത്തിൽ ജനങ്ങൾ എങ്ങനെ കരുതുന്നു? തീർച്ചയായിട്ടും മോദി സർക്കാർ അഴിമതി മുക്തമാണോ? ആണോ? അതാ റിസൾട്ട്. മോദി സർക്കാർ അഴിമതി മുക്തമല്ല എന്നാണ് 70% ആളുകളും അഭിപ്രായപ്പെടുന്നത്. അതെ എന്ന് 15% പേർ മാത്രമാണ് അഭിപ്രായപ്പെടുന്നത്. അറിയില്ല എന്ന് 15% പേർ. യെസ്. അപ്പോ നരേന്ദ്രമോദി സർക്കാർ അഴിമതി മുക്തമാണ് എന്ന അഭിപ്രായം കേരളത്തിലെ ജനങ്ങൾക്ക് ഇല്ല. 70% പേരാണ് അഴിമതി മുക്തമല്ല മോദി സർക്കാർ എന്ന് കരുതുന്നത്. അത് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഈ ഇലക്ട്രൽ ബോണ്ട് ആയിരിക്കണം ഈ കാര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ വിഖ്യാതമായ പ്രഖ്യാപനം ഉണ്ടല്ലോ, തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഇലക്ട്രൽ ബോണ്ടിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം വലിയ തോതിൽ ഈ ക്വിഡ് പ്രോക്കോ എന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ ആദ്യം അന്വേഷണ ഏജൻസികളെ വിടുന്നു, ഈ ഹഫ്ത പിരിവ് മാതിരി. അതിനുശേഷം ഈ ബന്ധപ്പെട്ട ആളുകളൊക്കെ അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളൊക്കെ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന കൊടുക്കുന്നു. ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട് എന്ന് ഇതിനോടകം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഇലക്ട്രൽ ബോണ്ട് ആകാം ഇങ്ങനെ അഴിമതി മുക്തമല്ല എന്നൊരു പ്രതിച്ഛായക്ക് പിന്നിലുള്ള ബോണ്ടിന്റെ കാര്യം അത് കൈകാര്യം ചെയ്തത് കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്തത് SBI ഇത് മൂടിവെക്കാൻ ശ്രമിച്ചത് അത് സുപ്രീം കോടതിയിൽ ചെല്ലുന്നു. എന്നിട്ടും സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞിട്ടും SBIയുടെ നിലപാട് ഏറ്റവും അവസാനം സുപ്രീം കോടതിക്ക് SBIയോട് കടുത്ത ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ രാത്രിയിലെ നമ്മുടെ ആദ്യത്തെ ചോദ്യം. മോദി സർക്കാർ അഴിമതി മുക്തമല്ല എന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത്. അഭിലാഷ്, മോദി സർക്കാർ അഴിമതി മുക്തമല്ല എന്ന് 70% പേർ കേരളത്തിൽ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണി ജയിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യമാകണ്ടേ? കേരളത്തിൽ ഇന്ത്യ മുന്നണി ജയിക്കുമോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് കേരളത്തിലെ വോട്ടർമാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അറിയണ്ടേ? തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് കൂടുതലായി വോട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം അവരോട് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? അത് ശരിയാണ്, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലം കൊണ്ട് നമുക്ക് ഒന്നും ആകുന്നില്ല. ശരി, അപ്പോൾ ആ ചോദ്യം, ഈ ഇന്ത്യ മുന്നണി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം
19% പേർ മാത്രമാണ് ഇന്ത്യ മുന്നണി ജയിക്കും എന്ന് കരുതുന്നത്. കേരളത്തിലാണെങ്കിൽ പോലും ജനങ്ങൾ അങ്ങനെ കരുതുന്നുള്ളൂ. 67% പേരും ഇന്ത്യ മുന്നണി ജയിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നു. ഖാൻസെ അഭിപ്രായം പറയാനില്ല എന്ന് 14% പേരും പറയുന്നു. അതായത് ഇന്ത്യ മുന്നണിയെ കുറിച്ച് കേരളീയർക്ക് വലിയ ഹോപ്പില്ല, പ്രതീക്ഷയില്ല. യാഥാർത്ഥ്യ ബോധം തിരിച്ചറിയുന്നവരാണ്. മറ്റുള്ള സംസ്ഥാനത്തുള്ള ആളുകൾ പറയില്ലേ മലയാളികൾ ഭയങ്കര സെൻസിബിൾ ആണ് എന്നുള്ളത്. ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്നവരും ഇന്ത്യ മുന്നണി ഈ കേന്ദ്രത്തിൽ ഒരു ഭരണം ഉണ്ടാക്കാൻ പോകുന്നില്ല, ഒരു സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നില്ല. 2024 ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ പോകുന്നില്ല എന്നാണ് ബഹുഭൂരിപക്ഷം മലയാളികളും കരുതുന്നത്. ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു, NDA സഖ്യത്തിനെതിരെ വോട്ട് ചെയ്യുന്നു, നരേന്ദ്രമോദിക്കെതിരെ വോട്ട് ചെയ്യാനായിരിക്കും ഒരുപക്ഷെ അവർ തീരുമാനിച്ചിരിക്കുക. സർക്കാരിനെ കുറിച്ച് അവരുടെ അഭിപ്രായം നരേന്ദ്രമോദിക്ക് ഏറ്റവും കുറഞ്ഞ അപ്രൂവൽ റേറ്റിംഗ് സംസ്ഥാനമാണ് കേരളം. ഇന്നലെ വന്നത് 16% പേർ 16%. രാഹുൽ ഗാന്ധിക്ക് 32% പേരുടെ പിന്തുണയുള്ളപ്പോൾ നരേന്ദ്രമോദിക്ക് വെറും 16%. പക്ഷേ ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയാണ് 32% പേരുടെ പിന്തുണയുള്ള നേതാവ് എങ്കിലും ഇതേ കേരളത്തിൽ 19% പേർ മാത്രമേ ഇന്ത്യ മുന്നണി ജയിക്കൂ എന്ന് പറയുന്നു. അഭിലാഷ്, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു സർക്കാർ ഉണ്ടാക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ കഴിഞ്ഞ തവണ കേരളത്തിലുണ്ടായി. അതിനനുസരിച്ചുള്ള ഒരു ഫലം ഉണ്ടായി. അപ്പൊ ഇന്ത്യ മുന്നണി ജയിക്കില്ല എന്ന് ജനങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ ഈ ഫലത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇതിനോടകം തന്നെ വന്നിട്ടുള്ള ഫലസൂചനകൾ എടുത്താൽ തന്നെ കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള ഒരു വലിയ ഭൂരിപക്ഷമോ അതല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു മാർജിൻ നമ്മൾ കണ്ടതാണല്ലോ, അതുപോലെയുള്ള ഒരു മാർജിൻ നമ്മൾ എവിടെയും കാണുന്നില്ല. വളരെ കുറച്ച് മണ്ഡലങ്ങൾ ഒഴിച്ചാൽ ബാക്കി മിക്കവാറും ഇടത്തൊക്കെ 4-5% വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് കേരളത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലുള്ള വോട്ടിംഗ് ആകും ഇത്തവണ നടക്കാൻ പോകുന്നത്. എങ്കിൽ അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിലേക്ക് നമുക്ക് ആദ്യം പോയാലോ? യെസ്, ഈ രാത്രിയിലെ ആദ്യത്തെ മണ്ഡലത്തിലേക്ക് പോകാം. ഇനി പത്തനംതിട്ടയുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നാണ് ആദ്യം അറിയാൻ പോകുന്നത്. പത്തനംതിട്ട ഇത്തവണ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. വളരെ സവിശേഷതകളുണ്ട്. തോമസ് ഐസക്കിനെ ഇറക്കി എന്ത് വിധേനയും മണ്ഡലം പിടിക്കാൻ LDF ഒരുങ്ങുമ്പോൾ സിറ്റിംഗ് MP ആന്റണി കോട്ട ഭദ്രമാക്കാൻ പരിശ്രമിക്കുന്നു. അനിൽ ആന്റണിയെ ഇറക്കി ഒരു തുറുപ്പുകുലാൻ BJPയുടെ. കഴിഞ്ഞ തവണ ഈ UDF വേവ് ഉണ്ടാകുമ്പോഴും വെറും 44,243 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ആന്റണി കിട്ടിയിട്ടുള്ളൂ. ശബരിമല ഉൾപ്പെട്ട മണ്ഡലം കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്നു. ഏതാണ്ട് ത്രികോണ മത്സരം എന്ന പ്രതീതി തന്നെ അവിടെ ഉണ്ടായ ഒരു പോരാട്ടമാണ് അവിടെ നടന്നത്. അപ്പോൾ അവിടെ ഇത്തവണ ഇങ്ങനെ 3 സ്ഥാനാർത്ഥികൾ വരുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് തോമസ് ഐസക്. അതിൽ സംശയമൊന്നുമില്ല. അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ മൈഗ്രേഷൻ കോൺക്ലേവ് ഒക്കെ നടത്തി ഇതിനുവേണ്ടിയുള്ള ഒരു മണ്ണൊരുക്കമൊക്കെ നടത്തി. അപ്പോൾ അന്ന് തന്നെ തോമസ് ഐസക് അവിടെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകുന്നു. അവിടെ ഒരു ത്രികോണ മത്സരത്തിന്റെ എല്ലാ പ്രതീതിയും ഇപ്പോഴുണ്ട്. ത്രികോണ മത്സരം നടക്കുന്നു. BJPയെ സംബന്ധിച്ച് അനിൽ ആന്റണി PC ജോർജ് കോംബോ അവിടെ ഉഴുതുമറിക്കുന്നു. CPM-നെ സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം സീനിയർ നേതാവ് തോമസ് ഐസക് മത്സരിക്കുന്നു. ആന്റണി ഈ മണ്ഡലം രൂപം കൊണ്ട നാൾ മുതൽ MP ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ആന്റി ഇൻകംബൻസി ഫാക്ടർ എല്ലാ കാലവും അല്ലേ MP എന്നുള്ളൊരു തോന്നലൊക്കെ ജനങ്ങൾക്ക് ഉണ്ടാകേണ്ട സമയമായി. പക്ഷേ രാഷ്ട്രീയമാണ് അവിടെ. ഈ പൂഞ്ഞാർ ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണിത്. അവിടെ PC ജോർജുമായിട്ടൊക്കെ ഏറ്റുമുട്ടിയിട്ടും അദ്ദേഹത്തിന് പരിക്കൊന്നുമില്ലാതെ അദ്ദേഹത്തിന് വീണ്ടും ജയിക്കാനൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ CPM-ന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം, പതിവില്ലാത്ത രീതിയിൽ ആ പ്രദേശത്തുള്ള എല്ലാ മണ്ഡലങ്ങളും നിയമസഭയിൽ ജയിച്ചത് ഇടതുപക്ഷമാണ്. ഏതാണ്ട് 80,874 വോട്ട് നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ ഇപ്പോൾ LDF-ന് ഭൂരിപക്ഷമുണ്ട്. തീർച്ചയായും. എന്തായാലും മുഴുവൻ നിയമസഭാ സെഗ്മെന്റുകളും LDF-ന്റെ കയ്യിലാണ്. പരമ്പരാഗതമായി ഈ പത്തനംതിട്ടയൊക്കെ UDF എന്നാണ് കരുതപ്പെടുന്നതെങ്കിൽ ഇത്തവണ നിയമസഭയിലേക്ക് എല്ലാ സീറ്റുകളും LDF ജയിച്ചു. കേരള കോൺഗ്രസ് M LDF-ന്റെ ഭാഗമായ ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും റാന്നിയും ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് ഈ പത്തനംതിട്ട എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ആറന്മുളയും കോന്നിയും ഒക്കെ ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് ഈ പത്തനംതിട്ട. ഈ തവണ ആരെ തുണയ്ക്കും എന്ന് ഇനി അധികം വൈകിക്കാതെ ആ ഫലസൂചനയിലേക്കൊന്ന് പോയാലോ. പത്തനംതിട്ടയിൽ ആരാണ്? പത്തനംതിട്ടയിൽ ആന്റണി തന്നെ. പത്തനംതിട്ടയിൽ ആന്റണി ഇതാ 33% വോട്ടുകളുമായി മുന്നിൽ നിൽക്കുന്നു. LDF ഒട്ടും പുറകിലല്ല, 31%. ശക്തമായ മത്സരം തന്നെ കാഴ്ചവെക്കുന്നു. LDF-ഉം BJP-യും ടൈയിലാണ് കേട്ടോ. അതാണ് മറ്റൊരു സർപ്രൈസ്. 31% BJP, 31% CPM. ഇതിന്റെ ആകെ തുക എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിൽ ഇത്തവണ വളരെ ക്ലോസ് ആയിട്ടുള്ള ഇഞ്ചോടിഞ്ച് മത്സരമാണ്. നമ്മൾ ആന്റണി മുന്നിൽ എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകരോട് പറയേണ്ട കാര്യം, പത്തനംതിട്ടയിൽ
മത്സരം കടുക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഒരല്പം മുൻപിലാണ് ആന്റോ ആന്റണി. 33-31. ആന്റോ ആന്റണി 33%, തോമസ് ഐസക് 31%, അനിൽ കെ ആന്റണി 31%. അക്ഷരാർത്ഥത്തിൽ ഇഞ്ചോടിഞ്ച്. അഭിലാഷ്, ഒരു സംശയം. കഴിഞ്ഞ തവണ അവിടെ കെ സുരേന്ദ്രൻ മത്സരിച്ചു, വലിയ രീതിയിലുള്ള വോട്ട് നേടി. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് BJP നേടുന്നതായിട്ടാണ് ഈ അഭിപ്രായ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. സുരേന്ദ്രനേക്കാൾ കൂടുതൽ അനിൽ ആന്റണിക്ക് വോട്ട് നേടാൻ അവിടെ കഴിയും. നമുക്ക് അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ആറന്മുളയിൽ നിന്നാണ്. 50,000 കടന്നു. ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച രണ്ടാമത്തെ അസംബ്ലി സെഗ്മെന്റ് കോന്നിയാണ്. അതേസമയം കഴിഞ്ഞ തവണ സുരേന്ദ്രന് താരതമ്യേന, അതായത് ആറന്മുള, കോന്നി, തിരുവല്ല മേഖലയുമായി താരതമ്യം ചെയ്യുമ്പോൾ വോട്ട് കുറവ് കിട്ടിയത് കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലുമാണ്. അപ്പോൾ ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ഏരിയകളിൽ തവണ PC ജോർജ് ഉണ്ട്, അനിൽ ആന്റണിയാണ് സ്ഥാനാർത്ഥി. അതായത് BJP അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് അല്ലെങ്കിൽ ആ ആനുകൂല്യം നിലനിർത്തുകയും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പൂഞ്ഞാറിൽ നിന്നും തിരുവല്ലയിൽ നിന്നുമൊക്കെ അധിക വോട്ട് സമാഹരിക്കുകയും ചെയ്താൽ ഈ പറഞ്ഞ പെർസെന്റേജിലേക്ക് നോക്കൂ. കഴിഞ്ഞ തവണ 2,97,396 വോട്ടുകളാണ് കെ സുരേന്ദ്രൻ ഈ മണ്ഡലത്തിൽ സമാഹരിച്ചത്. അത് 29%. അതിൽ നിന്നൊരു 2% ജമ്പ്, അതായത് 31 അനിൽ ആന്റണി എത്തുന്നു. അതായത് സുരേന്ദ്രൻ നേടിയ 297 കൂടുതൽ വോട്ടുകൾ ഇത്തവണ അനിൽ ആന്റണി നേടുന്നു. 3 ലക്ഷത്തിന് മുകളിൽ ഇത്തവണ അനിൽ ആന്റണി വോട്ട് സമാഹരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഏറ്റവും അവസാനം പറയുമ്പോൾ പത്തനംതിട്ടയിൽ 2% മാത്രം ആന്റോ ആന്റണി മുന്നിലാണ്. CPM സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും തോമസ് ഐസക്കും തുല്യം 31% നിൽക്കുന്നു. അതാണ് അഭിപ്രായ സർവേ ഫലം. ആന്റോ ആന്റണിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ഇത്തവണ കിട്ടാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന്റെ വോട്ട് പെർസെന്റേജിൽ നിന്ന് കുറവ് വരുന്നതായി അഭിപ്രായ സർവേ പറയുന്നു. വോട്ട് വിഹിതം BJP ഇൻക്രീസ് ചെയ്യുന്നു. അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരമാണ് പത്തനംതിട്ടയിൽ. എനിക്ക് തോന്നുന്നു ഒരു 2020 മത്സരത്തിന്റെ അവസാന ഓവറുകളിൽ നമ്മൾ വിവരം അറിയുന്നത് മാതിരിയുള്ള ഒരു ഫൈറ്റ് ഇത്തവണ പത്തനംതിട്ടയിൽ കാണാം. പത്തനംതിട്ട ഈസ് ടു ക്ലോസ് ടു കോൾ. അതിനകത്ത് എനിക്ക് ഒരു കാര്യം കൂടെ, ഈ റിസൾട്ട് അറിയുന്നത് പോലെ തന്നെ അതിന് മുൻപ് ഒരു കാര്യം അറിയാനുണ്ട്. കോൺഗ്രസിന്റെ ആന്റോ ആന്റണിക്ക് വേണ്ടി AK ആന്റണി വോട്ട് ചോദിക്കാൻ പത്തനംതിട്ടയിൽ വരുമോ ഇല്ലേ? അത് അനിൽ ആന്റണിയോട് ചോദിച്ചിരുന്നു നമ്മുടെ ലേഖകൻ. അപ്പൊ അനിൽ ആന്റണി വളരെ കൂളായിട്ട് പറഞ്ഞത്, ദേശസ്നേഹമുള്ള ആർക്കും ഇവിടെ ആന്റോ ആന്റണിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വരാൻ കഴിയില്ലല്ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ പുൽവാമയെ കുറിച്ച് അദ്ദേഹം ഒരു പരാമർശം നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആന്റോ ആന്റണി ദേശദ്രോഹിയായിരിക്കുന്നു. അപ്പോൾ AK ആന്റണി എങ്ങാനും ഇവിടെ പ്രചരണത്തിന് വന്നാൽ എൻ്റെ അച്ഛനൊരു ദേശദ്രോഹിയാണ് എന്ന് അനിൽ പറയുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊരു കൗതുകമുള്ള ചോദ്യമാണ്. AK ആന്റണി പത്തനംതിട്ടയിൽ ഇറങ്ങുമോ? കാരണം അദ്ദേഹത്തിന്റെ മകൻ വളരെ പിറകിലൊന്നുമല്ല, 31% വോട്ട് സമാഹരിച്ചിരിക്കുന്നു പത്തനംതിട്ടയിൽ എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇത് അഭിപ്രായ സർവേ ഫലമാണ്. തീർച്ചയായിട്ടും അഭിപ്രായ സർവേ ഫലമാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, പക്ഷേ ഇത് കുറേയൊക്കെ റിയലിസ്റ്റിക് ആണ്. കാരണം കഴിഞ്ഞ തവണ BJP 29% വോട്ട് നേടിയ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് നമ്മൾ ഇത്തവണ അത് 31 ഉയർന്നേക്കാം എന്ന് പറയുന്നത്. ആന്റോ ആന്റണി കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ ഒരു 3-4% വോട്ടിന്റെ കുറവ് ഇത്തവണ ഉണ്ടായേക്കാം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ചെയ്യുന്നുണ്ട്. BJPയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ ഈ മണ്ഡലത്തിൽ തോമസ് ഐസക് ഇത്രയും വലിയ ഫൈറ്റ് കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും തോമസ് ഐസക് കഴിഞ്ഞ തവണ വീണ ജോർജ് നേടിയിട്ടുള്ള ഏതാണ്ട് അതേ പൊസിഷനിൽ ചെറിയ നേരിയ ഒരു കുറവ് എന്നുള്ളത് മാത്രമേ കാണാൻ കഴിയൂ. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് UDFന് ഒരു വീഴ്ച ഉണ്ടായതാണ് LDF നേട്ടമുണ്ടാക്കിയത്, BJP. തീർച്ചയായും. അപ്പോൾ നമുക്ക് പത്തനംതിട്ടയെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്, ആന്റോ ആന്റണിക്ക് എഡ്ജുണ്ട്. ആന്റോ ആന്റണിക്ക് ഒരു എഡ്ജുണ്ട്. അതേസമയം തന്നെ വളരെ വളരെ ക്ലോസ് ആണ് ഈ ഫൈറ്റ്. തൊട്ടു പിന്നിലായി 31 എന്നീ ശതമാനക്കണക്കുകളിൽ അവിടെ തോമസ് ഐസക്കും അനിൽ ആന്റണിയും ഉണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് നേരെ പോകാം പാലക്കാടേക്ക്. ചൂട് കാറ്റ് വീശുന്ന പാലക്കാടേക്ക്. ഇലക്ഷൻ ചൂട് അവിടെ എത്രത്തോളം എന്നുള്ളത് അറിയാനുണ്ട് അഭിലാഷ്. പാലക്കാട് LDFന്റെ പൊന്നാപുരം കോട്ട ആയിരുന്നു. പക്ഷേ ആ കോട്ട 2019 വീണു. അപ്രതീക്ഷിതമായി കഴിഞ്ഞ തവണത്തെ UDF വേവിൽ MP രാജേഷ് VK ശ്രീകണ്ഠനോട് പരാജയപ്പെട്ടു. വിജയ ആഹ്ലാദ ഗാനം വരെ റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് 11,000 ശിഷ്ടം വോട്ടിന് മാത്രമാണ് അന്ന് പരാജയപ്പെട്ടത്. പക്ഷേ ആ ജയം ഒരു ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാക്കി VK ശ്രീകണ്ഠൻ മാറ്റി. VK ശ്രീകണ്ഠൻ ആ മണ്ഡലത്തിൽ അതിനനുസരിച്ചുള്ള ഒരു പിന്തുണ നേടിയെടുത്തു. അതുകൊണ്ട് തന്നെ ഈ മത്സരം കുറച്ച് കടുത്ത മത്സരമാണെന്ന് ഞാൻ പറയുള്ളൂ. തീർച്ചയായിട്ടും കടുത്ത മത്സരമാണ്. ഒന്ന്, ഇടതുപക്ഷത്തിന് മികച്ച രാഷ്ട്രീയ അടിത്തറയുള്ള മണ്ഡലം. നമുക്ക് ആ മണ്ഡലത്തിന്റെ ചരിത്രം എടുത്താൽ തന്നെ തുടർച്ചയായി സമീപകാലത്ത് NN കൃഷ്ണദാസ് തുടർച്ചയായി ജയിക്കുന്നു. അതിനുശേഷം MP രാജേഷ് തുടർച്ചയായി ജയിക്കുന്നു. അതിനുശേഷമാണ് 2019 ഒരു സ്റ്റോപ്പ് ഉണ്ടായത്. മുമ്പ് ഇതുപോലെ CPM നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്ത് VS വിജയരാഘവൻ വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ A വിജയരാഘവൻ വന്നിറങ്ങിയിട്ടാണ് അതിനെ അങ്ങ് A വിജയരാഘവൻ എന്ന യുവ വിദ്യാർത്ഥി നേതാവാണ് അവിടത്തേക്ക് വീണ്ടും ഇടത് വിജയം തിരികെ കൊണ്ടുവന്നത്. പിന്നെയും കോൺഗ്രസ് അവിടെ ജയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും. അപ്പോൾ ഈ തവണ A വിജയരാഘവനെ സംബന്ധിച്ച് CPMന്റെ മത്സരിക്കുന്ന ഏറ്റവും പ്രമുഖനായ
ദേശീയ നേതാവാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്. CPM-ന്റെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏറ്റവും സീനിയർ നേതാവ് എന്ന ഉത്തരവാദിത്വം A. വിജയരാഘവനുണ്ട്. അദ്ദേഹത്തെ ജയിപ്പിക്കുക എന്നുള്ളത് അണികളെ സംബന്ധിച്ചും കേഡർമാരെ സംബന്ധിച്ചും അവരുടെ വലിയ സംഘടനാ ഉത്തരവാദിത്വമാണ്. പാലക്കാടൻ തീക്കാറ്റിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാൻ പക്ഷേ നമ്മൾ കാത്തിരിക്കണം. പോളിറ്റ് ബ്യൂറോ അംഗത്തെ 1,13,993 വോട്ടുകളുടെ നിയമസഭാ വോട്ടുകളുടെ ഭൂരിപക്ഷമുള്ള ലോക്സഭാ മണ്ഡലത്തിലാണ് CPM ഫീൽഡ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കാലാവസ്ഥ അത്രമേൽ അനുകൂലമായ മണ്ഡലമാണ്. ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയ വലിയ നേതാക്കൾ മത്സരിച്ച് പാർലമെന്റിലേക്ക് പോയിട്ടുള്ള മണ്ഡലമാണ് പാലക്കാട്. ആ പാലക്കാട് മണ്ഡലം തിരികെ പിടിക്കാനുള്ള നിയോഗം ഇത്തവണ A. വിജയരാഘവൻ എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർക്കാണ്. അത് അദ്ദേഹത്തിന് സാധ്യമായിട്ടുണ്ടോ എന്നൊന്ന് ഇപ്പൊ തന്നെ പരിശോധിച്ചാലോ? പെട്ടെന്ന് നോക്കാം. യെസ്, പാലക്കാട് A. വിജയരാഘവൻ മുന്നിൽ 38% വോട്ട് നേടും എന്നുള്ളതാണ് അഭിപ്രായ ഫലം പറയുന്നത്. 38% വോട്ട് A. വിജയരാഘവന്, 36% വോട്ട് VK ശ്രീകണ്ഠനും, 24% വോട്ട് BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്. അതായത് പാലക്കാട് LDF തിരിച്ചുപിടിക്കുന്നു, പാലക്കാട് UDF-ൽ നിന്ന് LDF തിരിച്ചുപിടിക്കുന്നു എന്നുള്ളതാണ് P. മാർക്കിന്റെ ഈ ഫലസൂചന. ഇതിനു മുൻപ് കഴിഞ്ഞ തവണ തന്നെ ഇടത് കേന്ദ്രങ്ങളെ ഭയങ്കരമായി ഞെട്ടിച്ചു കളഞ്ഞ ഒരു ഫലമാണ് പാലക്കാടും ആലത്തൂരും കാസർഗോഡും. ഈ 3 റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചത്. അതിൽ പാലക്കാട് തിരിച്ചു പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഈ അഭിപ്രായ ഫല അനുസരിച്ച് തിരിച്ചു പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ CPM-ന് അതൊരു വലിയ നേട്ടമാണ്. കഴിഞ്ഞ തവണ സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാം. പാലക്കാട് ഈ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഇടത് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ മലമ്പുഴ, അതുപോലെ തന്നെ ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട് മേഖലകളിലൊക്കെ MP രാജേഷിന് തന്നെയായിരുന്നു ലീഡ്. അവിടെ വലിയ ചേഞ്ച് ഉണ്ടായത് മണ്ണാർക്കാട്, പട്ടാമ്പി മണ്ഡലങ്ങളിലാണ്. കൃത്യമായി പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ, മുസ്ലിം വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം അവിടെ VK ശ്രീകണ്ഠന് അനുകൂലമായി, UDF-ന് അനുകൂലമായി കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായി. അതുകൊണ്ടാണ് മണ്ണാർക്കാട് ഏതാണ്ട് 30,000 അടുത്ത് വോട്ടിന്റെ അഡ്വാൻറ്റേജ് രാജേഷിന് മുകളിൽ ഇദ്ദേഹത്തിന് VK ശ്രീകണ്ഠന് ലഭ്യമാക്കിയത്. അത് അത്ര തന്നെ ഇത്തവണ ഉണ്ടായില്ലെങ്കിൽ തന്നെ പൊളിറ്റിക്കലി LDF-ന് സേഫ് ആയിട്ടുള്ള മണ്ഡലമാണ് ഈ പാലക്കാട്. ഈ കഴിഞ്ഞ തവണത്തെ പോലെ അങ്ങനെ ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണത്തിനുള്ള സാധ്യത ദേശീയാടിസ്ഥാനത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും ഉള്ള സാധ്യത കുറവാണ്. തീർച്ചയായും അഭിലാഷ്, ഞാൻ ഈ അഭിപ്രായ ഫലം വന്നതിനകത്ത് ശ്രദ്ധിച്ച ഒരു കാര്യം, LDF-ന്റെ വോട്ട് ഇൻടാക്ട് ആയിട്ട് കഴിഞ്ഞ തവണത്തെ അതേ ശതമാനത്തിൽ 38% നിൽക്കുന്നു. UDF-ന് ഒരു 3% കുറവും BJP-ക്ക് ഒരു 3% വർധനയുമാണ് ഇപ്പോഴത്തെ ഈ അഭിപ്രായ ഫലത്തിൽ കഴിഞ്ഞ 2019 തട്ടിച്ച് നോക്കുമ്പോൾ കാണുന്നത്. BJP-യുടേത് 21 എന്ന് പറയുന്നത് 24 ആകുന്നു. UDF-ന്റെ 39 36 കുറയുന്നു. തീർച്ചയായും അത് സംഭവ്യമാണ്. കാരണം എന്താ പറഞ്ഞാൽ BJP-ക്ക് പരമ്പരാഗതമായ കേന്ദ്രങ്ങൾ ഉള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ്. പ്രത്യേകിച്ച് പാലക്കാടും മലമ്പുഴ നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ 2ാം സ്ഥാനത്തെത്തുന്ന 2 നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസികളാണ് പാലക്കാടും മലമ്പുഴയും. C. കൃഷ്ണകുമാർ അവിടെ പാലക്കാട് കേന്ദ്രീകരിച്ച് വളരെ കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നേതാവാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. അപ്പോൾ C. കൃഷ്ണകുമാറിന്റെ വോട്ട് വിഹിതം 24 ഉയരുന്നു എങ്കിൽ അതിൽ ആശ്ചര്യകരമായി യാതൊരു കാര്യവുമില്ല. നോക്കൂ, കഴിഞ്ഞ തവണ കൃഷ്ണകുമാർ തന്നെ 2,18,556 വോട്ടുകൾ നേടിയതാണ്. അത് അദ്ദേഹം 2.5 ലക്ഷത്തിന് മുകളിലേക്ക് ഉയർത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന പല സൂചനകൾ. അങ്ങനെയാണെങ്കിൽ അത് കൂടുതലായി ബാധിക്കാൻ പോകുന്നത് VK ശ്രീകണ്ഠനെയാണ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും വോട്ട് ഷെയർ ഇത്തവണ അദ്ദേഹത്തിന് കിട്ടിക്കൊള്ളണമെന്നില്ല. കഴിഞ്ഞ തവണത്തെ VK ശ്രീകണ്ഠന്റെ മാർജിൻ നോക്കുകയാണെങ്കിൽ ഒരു തിൻ മാർജിനാണ്. 11,637 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതനുസരിച്ച് അദ്ദേഹം വലിയ പ്രവർത്തനം കാഴ്ചവെച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ CPM-ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ അടിത്തറയുള്ള മണ്ഡലമാണ്. 1-2 മണ്ഡലങ്ങളിൽ BJP വലിയ ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട് എങ്കിലും ഇത്തവണ ഈ മണ്ണാർക്കാടും അതുപോലെ തന്നെ ഇപ്പോൾ LDF-ന്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള പട്ടാമ്പിയിലും എത്ര മികച്ച പ്രകടനം കഴിഞ്ഞ തവണത്തെ അനുസ്മരിപ്പിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പ്രകടനം അതുപോലെ മണ്ണാർക്കാടും പട്ടാമ്പിയിലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ VK ശ്രീകണ്ഠനെ സംബന്ധിച്ച് എന്നുള്ളതൊരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചോദ്യമാണ്. അതിനു കൂടിയുള്ള ഉത്തരം എന്തായാലും നമുക്ക് ജൂൺ മാസം 4-ാം തീയതി അന്തിമമായി അറിയാൻ കഴിയുള്ളൂ. എന്തായാലും P. മാർക്കിന്റെ സർവേ പറയുന്നു പാലക്കാട് A. വിജയരാഘവനിലൂടെ LDF തിരിച്ചുപിടിക്കുന്നു. അഭിപ്രായ സർവേ ഫലത്തിൽ അക്കൗണ്ടിൽ LDF-ന് ഒരു എണ്ണം കൂടി കൂടുന്നു. 2 സീറ്റായി. LDF-ന്റെ 2ാം കണ്ണൂർ, ഇന്നലത്തെ കണ്ണൂർ, ഇന്നിപ്പോൾ പാലക്കാടും വരുമ്പോൾ 2 സീറ്റ് LDF, UDF 7 സീറ്റ്, മൊത്തം 9 എണ്ണത്തിന്റെ ഫലമാണ് ഇപ്പോൾ ഇതിനകം പുറത്തു വന്നിരിക്കുന്നത്. 7-2 എന്ന നിലയിലാണ് അവിടെ UDF അഡ്വാൻറ്റേജ്. കണ്ണൂരും പാലക്കാടും LDF-നൊപ്പം. പാലക്കാടൻ ചൂടിൽ നിന്ന് നമുക്ക് പോകാം ആലപ്പുഴയുടെ പാടവരമ്പത്തേക്ക്, അവിടുത്തെ കുളിർമയിലേക്ക്. ആലപ്പുഴയിൽ എന്ത് സംഭവിക്കുന്നു പരിശോധിക്കാം. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറുന്നത് ഇത്തവണ ആരായിരിക്കും? LDF-ന്റെ ഒരേ ഒരു കനൽ തരി, LDF-ന്റെ കേരളത്തിലെ ഒരേ ഒരു സിറ്റിംഗ് സീറ്റ്. പിന്നീട് കേരള കോൺഗ്രസ് വന്നപ്പോൾ 2 ആയെങ്കിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 LDF-ന് കിട്ടിയ ഏക സീറ്റാണ് ആലപ്പുഴ. അഭിലാഷ് പറഞ്ഞപ്പോ ഇതിനു മുൻപ്
പലതവണ മധുരം വിതറിയ കെ സി വേണുഗോപാൽ വീണ്ടും അതിമധുരം വിതറാൻ വേണ്ടി വന്നതാണോ എന്ന് തോന്നിപ്പോകും. എന്തായാലും അവിടെ ഉള്ള മത്സരം എന്ന് പറയുന്നത് വളരെ കടുത്ത മത്സരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചത് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം കോൺഗ്രസ് നേതൃനിരയിലെ രണ്ടാമനാണ് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി രാഹുൽ ഗാന്ധിയുടെ വലം കൈ കെ സി വേണുഗോപാൽ. സ്വന്തം മണ്ഡലം കൈവിടുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചത് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. കെ സി പോയപ്പോഴാണ് ആലപ്പുഴ തോറ്റത് എന്ന ചിന്തയിലാണ് AICC കെ സിയെ അദ്ദേഹത്തിന്റെ തന്നെ നിർബന്ധപ്രകാരം ആലപ്പുഴയിലേക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ ആലപ്പുഴ ജയിക്കുക എന്നുള്ളത് കെ സി വേണുഗോപാലിന്റെ അത്യാവശ്യമാണ്. അതേസമയം തന്നെ കഴിഞ്ഞ തവണ നേടിയ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. ഈ ആലപ്പുഴയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആലപ്പുഴ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ കയറ്റിറക്കങ്ങളൊന്നും ഇല്ലാത്ത പ്രദേശമാണ്. ഒരു കയറ്റം കയറി പോയാൽ മതി എന്നൊന്നും പറയാൻ ആർക്കും പറ്റില്ല. എന്ന് വെച്ചാൽ സമതല പ്രദേശമാണ്. പക്ഷേ ഇവിടെ കയറിയവർ ഇറങ്ങുന്നുണ്ടോ, ഇറങ്ങിയവർ ആരെങ്കിലും കയറുന്നുണ്ടോ തുടങ്ങിയത് ഒക്കെ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് അറിയാനുണ്ട്. തീർച്ചയായും. എന്ന് മാത്രമല്ല BJP-യുടെ ഫയർ ബ്രാൻഡ് നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ആലപ്പുഴ വന്ന് മത്സരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചതൊന്നും ചെറിയ കളിയല്ല. അവരത് ആറ്റിങ്ങലിൽ തെളിയിച്ചില്ല. ആറ്റിങ്ങലിൽ വളരെ കുറഞ്ഞ വോട്ടുണ്ടായിരുന്ന BJP-ക്ക് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രൻ. തീർച്ചയായിട്ടും. AM ആരിഫിന് ആലപ്പുഴ നിലനിർത്താൻ കഴിയുമോ, അതോ കെ സി വേണുഗോപാൽ റാഞ്ചി കൊണ്ടുപോകുമോ ആലപ്പുഴയെ? നമുക്ക് അറിയാം ഇപ്പോൾ ആലപ്പുഴയുടെ മനസ്സിലിരിപ്പെന്ത്. ആലപ്പുഴയിൽ ആര് ജയിക്കും? വേണുഗോപാൽ. യെസ്, ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ 41%, തൊട്ടുപിന്നിൽ AM ആരിഫ് 38%, ശോഭാ സുരേന്ദ്രന് 19%. ഇതാണ് ആലപ്പുഴയുടെ ചിത്രം. അതായത് ആലപ്പുഴ ഈ സർവേ അനുസരിച്ച്, പി മാർക്ക് പറയുന്നത് അനുസരിച്ച് ആലപ്പുഴ ഇത്തവണ തിരിച്ചു പിടിക്കുന്നു കോൺഗ്രസ്. കെ സി വേണുഗോപാലിനെ പോലെ ഒരാൾ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് വെറും 3% ഉണ്ടായാൽ പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും കെ സി വേണുഗോപാൽ തന്നെയാണ് മുന്നിൽ. കെ സി വേണുഗോപാലാണ് മുൻപിൽ. അപ്പോഴും വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ 3% വ്യത്യാസമേ ഉള്ളൂ. കെ സി വേണുഗോപാൽ കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാന് കിട്ടിയതിനേക്കാൾ 1% വോട്ട് അധികമായി പിടിച്ചേക്കാം എന്നാണ് ഈ സൂചന. അതുപോലെ തന്നെ BJP 17 എന്ന് പറയുന്നത് 19 BJP-യുടെ വോട്ട് ഷെയർ ഉയരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. ശോഭാ സുരേന്ദ്രനാണ് വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ KS രാധാകൃഷ്ണൻ 1,87,729 വോട്ടാണ് ആലപ്പുഴയിൽ നേടിയത്. അത് ശോഭാ സുരേന്ദ്രൻ 2 ലക്ഷം കടത്താൻ പോകുന്നു. ഒരുപക്ഷെ ഈ കണക്കനുസരിച്ചാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ 2.25 ലക്ഷം വോട്ടെങ്കിലും സമാഹരിക്കാൻ പോവുകയാണ്. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ 2.25 ലക്ഷം വോട്ട് ആലപ്പുഴയിൽ നേടുമ്പോൾ അത് ആരുടെ കിറ്റിയിൽ നിന്നാണ് കുറയുന്നത്? 41% വോട്ട് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് സേഫ് ആണോ? 41% എന്ന് പറയുന്നത് അവിടെ എന്തായാലും ഓരോ വോട്ടിനാണെങ്കിലും ജയിക്കുന്നത് ജയമാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJP-ക്ക് വോട്ട് വർധനയാണ് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയ LDF-ന് കിട്ടിയ വോട്ടുകളിൽ ആണ് ഇവിടെ കുറവും കാണുന്നത്. 41%, 38%-ആയി അഭിപ്രായ സർവേ ഫലം അനുസരിച്ച് കുറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ LDF-ന്റെ വോട്ട് ബേസിൽ BJP കടന്നു കയറുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിന് പല ഘടകങ്ങളുണ്ട്. സാമുദായിക ഘടകങ്ങൾ അടക്കം അതിൽ ഒരു പക്ഷേ ഫാക്ടർ ആവാം. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ UDF-നേക്കാൾ കൂടുതൽ അത് ഒരു പക്ഷേ ബാധിക്കുക LDF-നെ ആണെന്ന സൂചന ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട്. ആലപ്പുഴ നമുക്കറിയാം BDJS NDAയുടെ ഘടക കക്ഷിയാണ്. വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ആളുകൾക്ക് താല്പര്യമുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അതേസമയം തന്നെ മറ്റൊരു കാര്യമുണ്ട്. ശോഭാ സുരേന്ദ്രനെ ഇപ്പോഴത്തെ BJP-യെ നയിക്കുന്ന കേരളത്തിലെ നേതൃത്വത്തിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അവര് ഇതിലെങ്ങനെയാണ്, ഏത് നിലയ്ക്കാണ് പ്രവർത്തിക്കുക? സംഘടനാ സംവിധാനം, സംഘടനാ മെഷീനറി പൂർണ്ണമായും ശോഭയ്ക്കൊപ്പം ഉണ്ടാകുമോ, അതോ ശോഭ തനിയെ ഈ പോരാട്ടം നയിക്കേണ്ടി വരുമോ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 2%-താണ്. അതിൽ പല ഘടകങ്ങൾ വർക്ക് ചെയ്തേക്കാം. അതൊരു പക്ഷേ CPM-നെ ബാധിച്ചേക്കാം. ആലപ്പുഴ ഇപ്പോഴത്തെ നിലയിൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന് 3% വോട്ടുകളുടെ അഡ്വാൻറ്റേജ് ഉണ്ട്. വളരെ ശക്തമായ മത്സരം നടക്കുന്നു ആലപ്പുഴയിലെങ്കിലും അതിലൊരൽപ്പം ഒരു പൊടിക്ക് മുന്നിൽ കെ സി വേണുഗോപാൽ. 3 മണ്ഡലങ്ങൾ കഴിഞ്ഞു. ഇനി 3 സംസ്ഥാനങ്ങളിലേക്ക് പെട്ടെന്ന് ഒന്ന് പോയി വരാം. കർണാടക, ബീഹാർ, രാജസ്ഥാൻ, ഈ 3 സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കും? ഇവിടങ്ങളിലൊക്കെ ഇന്ത്യ മുന്നണി BJP-യുടെ ആ രഥയാത്ര അങ്ങ് തടുത്തു നിർത്തുമോ, അതോ കഴിഞ്ഞ തവണത്തേത് മാതിരിയുള്ള ക്ലീൻ സ്വീപ്പ് ഉണ്ടാകുമോ? കഴിഞ്ഞ തവണ ബീഹാറിലും രാജസ്ഥാനിലും BJP-യുടെ വലിയ നേട്ടമുണ്ടായ സംസ്ഥാനമാണ് കർണാടകവും. അവിടെ ഇന്ത്യ മുന്നണിക്ക് ഇത്തവണ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ വകയുണ്ടോ എന്നുള്ളത് മാത്രമേ അറിയാനുള്ളൂ. അതെ, ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിൽ ഇന്ത്യ മുന്നണിക്ക് എന്തെങ്കിലും തരത്തിൽ, ഘടകകക്ഷികളടക്കം വന്നിട്ടുണ്ടല്ലോ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ആദ്യത്തെ സംസ്ഥാനം കർണാടകയിൽ നോക്കൂ. NDA 24 മുതൽ 27 സീറ്റുകൾ വരെ നേടാം. ഇന്ത്യക്ക് 1 മുതൽ 4 വരെ സീറ്റുകൾക്ക് മാത്രമാണ് സാധ്യത. കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായിട്ടും BJP-യുടെ ക്ലീൻ സ്വീപ്പാണ്. ബീഹാറിലോ
ബീഹാറിൽ വീണ്ടും NDA 32 മുതൽ 38 സീറ്റുകൾ NDA നേടും എന്നാണ് പറയുന്നത്. ഇന്ത്യ മുന്നണി 2 മുതൽ 10 വരെ. ആകെ 40 സീറ്റിൽ 32 മുതൽ 38 വരെ. അതായത് നിതീഷ് കുമാറിന്റെ വരവ് വലിയ തോതിൽ ബീഹാറിനെ NDAയുടെ പക്കൽ ഭദ്രമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. RJD കോൺഗ്രസ് സഖ്യത്തിന്, ഇടത് പാർട്ടികൾ കൂടി ഉൾപ്പെട്ട സഖ്യത്തിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമുക്ക് രാജസ്ഥാൻ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. രാജസ്ഥാനിലും കഴിഞ്ഞ തവണ BJPയുടെ ക്ലീൻ സ്വീപ്പ് ആയിരുന്നു. എന്താണ് ഇത്തവണ രാജസ്ഥാനിൽ സംഭവിക്കുക? രാജസ്ഥാൻ നോക്കൂ. രാജസ്ഥാനിൽ ഇത്തവണയും NDAയുടെ ക്ലീൻ സ്വീപ്പ്. 23 മുതൽ 25 വരെ സീറ്റുകൾ നേടാം. ഇന്ത്യ മുന്നണിക്ക് പരമാവധി 2 സീറ്റ്, 0 മുതൽ 2 സീറ്റ്. അപ്പോൾ അവിടെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ 3 സംസ്ഥാനങ്ങളിലും പ്രതീക്ഷിക്കാൻ വകയൊന്നുമില്ല. കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമുണ്ട്. പക്ഷേ അവിടെയും നേട്ടമുണ്ടാക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുന്നില്ല. പി മാർക്കിന്റെ സർവേ അനുസരിച്ച് കർണാടക ഇത്തവണ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ BJPയെ തുണയ്ക്കുകയാണ്. അവർ മാസങ്ങൾക്ക് മുമ്പ് അധികാരത്തിലെത്തിയ ഒരു സംസ്ഥാനമാണ് കർണാടക. കഴിഞ്ഞ മെയ് മാസത്തിൽ അധികാരത്തിലെത്തിയ സംസ്ഥാനമാണ് കർണാടക. പക്ഷേ കർണാടകയിൽ പരമാവധി ഇന്ത്യ മുന്നണിക്ക് നേടാൻ കഴിയുന്ന സീറ്റ് 4 ആണ്. ഒരേ ഒരു സീറ്റ് DK സുരേഷ്, ശിവകുമാറിന്റെ ബ്രദർ DK സുരേഷ് ബാംഗ്ലൂർ റൂറലിൽ ജയിച്ചു. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു സീറ്റും ഇത്തവണയും DK സുരേഷ് സ്ഥാനാർത്ഥിയാണ്. അതേസമയം NDAയെ സംബന്ധിച്ച് 27 സീറ്റ് വരെ, കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് കുറയാനുള്ള സാധ്യത, 24 കുറയാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് കർണാടക പറയുമ്പോൾ ബീഹാർ നോക്കൂ. ബീഹാറായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന മേഖല. ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാപകൻ നിതീഷ് കുമാർ തന്നെ പോയി. ഇന്ത്യ സഖ്യത്തിന്റെ പ്രഭവ കേന്ദ്രം ബീഹാർ ആയിരുന്നു. പക്ഷേ ബീഹാർ നോക്കൂ, കഴിഞ്ഞ തവണത്തേതിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് പോകാം. കഴിഞ്ഞ തവണ RJD എന്ന് പറയുന്ന ഇപ്പോൾ അവിടെ സഖ്യം നയിക്കുന്ന പാർട്ടിക്ക് ഒറ്റ സീറ്റും കഴിഞ്ഞ പ്രാവശ്യം 2019 കിട്ടിയില്ല. കോൺഗ്രസ് ജയിച്ചത് ഒറ്റ ഒരു സീറ്റ് മാത്രം, കിഷൻഗഞ്ച് ജയിച്ചു. അപ്പോ ഇത്തവണയും ഏതാണ്ട് അതിന്റെ ആവർത്തനം ഉണ്ടാകാം. പക്ഷേ ഒരു കേസിൽ ഇന്ത്യ മുന്നണിയുടെ ബെസ്റ്റ് കേസ് അനുസരിച്ച് ആണെങ്കിൽ 10 സീറ്റ് വരെ ലഭ്യമാക്കാം. ഇതെല്ലാം പറയുമ്പോഴും അവിടെ NDAയിൽ സ്ഥിതി അത്ര മെച്ചമൊന്നുമല്ല. അവിടെ ഇപ്പോൾ ഇന്നലെ പശുപതി രാംവിലാസ് പാസ്വാന്റെ ബ്രദർ പശുപതി പരസ് അവിടെ മുന്നണിയിൽ നിന്ന് പോകുന്നു. അത് ഹാജിപ്പൂർ സീറ്റ് സംബന്ധിച്ചുള്ള തർക്കമാണ് കാര്യം. അങ്ങനെ അവിടെ സീറ്റ് വിഭജനം ഒരു പൂർണ്ണമായ രീതിയിൽ NDAക്കും ഇതുവരെ ശരിയായിട്ടില്ല. എന്തായാലും കാത്തിരിക്കണം. രാജസ്ഥാൻ നോക്കൂ. രാജസ്ഥാൻ സമീപകാലം വരെ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനമാണ്. കഴിഞ്ഞ തവണ പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ക്ലീൻ സ്വീപ്പ് ആയിരുന്നു. ഇത്തവണയും ക്ലീൻ സ്വീപ്പ് തന്നെ, സംശയമില്ല. 23 മുതൽ 25 വരെ സീറ്റുകൾ NDAക്ക് നേടാം എന്ന് പറയുന്നു. അവിടെ കോൺഗ്രസും CPM സഖ്യത്തിൽ മത്സരിക്കുകയാണ്. സിക്കർ മണ്ഡലത്തിൽ CPMന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കും. സിക്കർ മണ്ഡലത്തിൽ അരിവാൾ ചുറ്റികയ്ക്കായിരിക്കും കോൺഗ്രസുകാർ വോട്ട് ചെയ്യുക. ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ കൈപ്പത്തിക്കായിരിക്കും കമ്മ്യൂണിസ്റ്റുകാരും വോട്ട് ചെയ്യുക. CPM കോൺഗ്രസ് സഖ്യമുള്ള രാജസ്ഥാനിൽ പക്ഷേ ഇതൊന്നും പച്ച തൊടുമെന്ന് ഈ കണക്കനുസരിച്ച് തോന്നുന്നില്ല. വെൽക്കം ബാക്ക് ടു മാതൃഭൂമി ന്യൂസ് പി മാർക്ക് ഒപ്പീനിയൻ പോൾ. ഗോൾ പോസ്റ്റ് ഒക്കെ കാണുന്നുണ്ടല്ലോ. ഗോൾ അടിക്കാനും ഫുട്ബോൾ കളിക്കാനും ഒന്നുമല്ല. ഇതൊരു മണ്ഡലത്തെ കുറിച്ചുള്ള ഒരു സൂചനയാണ്. മലപ്പുറം ആയിരിക്കും സ്വാഭാവികമായിട്ടും. കാൽപന്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ മലപ്പുറം. ഉറപ്പായിട്ടും മലപ്പുറമാണ്. പക്ഷേ നമ്മൾ നേരത്തെ ബ്രേക്കിന് മുമ്പ് പറഞ്ഞത് ഇനി അതിശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ എന്നാണ് പറഞ്ഞത്. മലപ്പുറത്ത് അത്ര വലിയ പോരാട്ടമൊന്നുമില്ലല്ലോ. ഇല്ല, പരമ്പരാഗതമായി തന്നെ അങ്ങനെ ഒരു പോരാട്ടം മലപ്പുറത്ത് നടക്കാറില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ പൊന്നാപുരം കോട്ടയാണ് മലപ്പുറം. അവിടെ ഇടതുമുന്നണി അവരുടെ യുവ നേതാക്കളെ ഒക്കെ നിയോഗിച്ചൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് ശ്രമിക്കാറുണ്ട്. ഈ തവണത്തെ നിയോഗം V വസീഫിനാണ് എന്നുള്ളതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ റിസൾട്ട് ചെറിയ തോതിലെങ്കിലും മാറാനുള്ള സാധ്യതയില്ല. എനിക്ക് ഇത്തവണ മലപ്പുറം എനിക്ക് ഒരു കൗതുകം ഉണ്ടാക്കിയത് ET മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. അതായത് പൊന്നാനിയേക്കാൾ സേഫ് ആയിട്ടുള്ള സീറ്റാണ് മലപ്പുറം. കാരണം മലപ്പുറത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ലീഗിനൊപ്പമാണ്. കഴിഞ്ഞ തവണ ഇടത് തരംഗം ആഞ്ഞടിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും മലപ്പുറം മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ലീഗിന്റെ ഒപ്പമാണ്. അപ്പോൾ ET മുഹമ്മദ് ബഷീറിന് അധികം ഒന്നും ഓടാതെ എന്ന് പറഞ്ഞാൽ അധികം കഷ്ടപ്പെടാതെ അനായാസം ജയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ നാട് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അനായാസം ജയിക്കാൻ വേണ്ടിയിട്ടാണ് മലപ്പുറത്തേക്ക് പോയത് എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്ത് കാര്യമായി ഒന്നും മലപ്പുറത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ മലപ്പുറത്ത് ഈ തവണ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് ഇപ്പൊ തന്നെ നോക്കിക്കളയാം. മലപ്പുറം യാതൊരു തരത്തിലുള്ള അത്ഭുതവും അവശേഷിപ്പിക്കുന്നില്ല. 54% ET മുഹമ്മദ് ബഷീർ, 31% V വസീഫ്, 12% M അബ്ദുൽ സലാം, BJPയുടെ ഒരേ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി. 12% വോട്ട് അദ്ദേഹം അവിടെ നേടുന്നുണ്ട്. അപ്പോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം,
മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് 50, 54, 55% പരമ്പരാഗതമായി അവർക്ക് അവിടെ ഉള്ള വോട്ടാണ്. അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റമോ കുറവോ സംഭവിക്കുന്നില്ല. അല്ല, നേരത്തെ അഭിലാഷ് ഒരു കാര്യം പറഞ്ഞില്ലേ, വസീഫ് എന്തെങ്കിലും തരത്തിൽ LDFന്റെ നില മെച്ചപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത്. കഴിഞ്ഞ തവണ വലിയ വ്യത്യാസമുണ്ടായിരുന്നു, ഏതാണ്ട് 15% ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇത് അല്പം ഒന്ന് കുറച്ച് 13% ഡിഫറൻസ് ആയിട്ട് കുറച്ചിട്ടുണ്ട്. അവിടെ നോക്കൂ, BJPയുടെ വോട്ട് വിഹിതം ചെറുതായി വർദ്ധിച്ചിട്ടുണ്ട്, 4% കൂടിയിട്ടുണ്ട്. 4% കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എം അബ്ദുൽ സലാം മുസ്ലിം ലീഗ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC ആയി നിയോഗിച്ച ആളാണ്. അദ്ദേഹം VC ഒക്കെ ആയി, ലീഗിന്റെ നോമിനിയായി VC ആയ ആളാണ്. അദ്ദേഹം ഇപ്പോൾ BJPയിലാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി വണ്ടിയിൽ കയറ്റിയില്ല എന്നൊക്കെയുള്ള ചെറിയ പരാതിയൊക്കെ വന്നെങ്കിലും BJPക്ക് വേണ്ടി വോട്ട് കൂടുതൽ പിടിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് അഭിപ്രായ സർവേ ഫലം തെളിയുന്നത്. അതെ, കഴിഞ്ഞ തവണത്തെക്കാൾ കുറച്ചുകൂടി വോട്ട് അബ്ദുൽ സലാം പിടിക്കുന്നത്. എന്തായാലും മലപ്പുറത്ത് വലിയ ഭൂരിപക്ഷത്തിന് H. മുഹമ്മദ് ബഷീർ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ പോവുകയാണ് എന്നാണ് പി മാർക്കിന്റെ ഒപ്പീനിയൻ പോൾ പറയുന്നത്. യെസ്, മധ്യ തിരുവിതാംകൂറിൽ പത്തനംതിട്ട നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഉള്ളത് കോട്ടയത്തെ സംബന്ധിച്ച് കേരള കോൺഗ്രസുകളുടെ ഒരു വല്ലാത്ത മത്സരം എന്ന് പറഞ്ഞാൽ, ഞങ്ങളാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് തെളിയിക്കാനുള്ള മത്സരം നടക്കുന്നു. മാണി സാറിന്റെ ലെഗസി എന്റെ ഒപ്പം ഭദ്രമാണെന്ന് തെളിയിക്കാനുള്ള വലിയ ടാസ്ക് ജോസ് കെ മാണി ഏറ്റെടുക്കുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ തവണ 1,06,000 വോട്ടിന് ജയിച്ച തോമസ് ചാഴിക്കാടൻ ഇത്തവണ മറ്റ് മുന്നണി മാറി അപ്പുറത്തു നിന്ന് മത്സരിക്കുന്നു. UDFൽ നിന്ന് കോട്ടയത്തിന്റെ MP ആയ തോമസ് ചാഴിക്കാടന് LDF ടിക്കറ്റിൽ കോട്ടയത്തിന്റെ MP ആകാൻ കഴിയുമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മുൻപ് ഇടുക്കി MP ആയിരുന്ന ഫ്രാൻസിസ് ജോർജ്, അദ്ദേഹം PJ ജോസഫിന്റെ മാനസപുത്രനാണ്. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി വലിയ പട നയിക്കാൻ കോട്ടയത്തെത്തുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ഇത്തവണ കോട്ടയത്തെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് റിസൾട്ടിലേക്ക് പോയാലോ? ശരി, ഇനിയിപ്പോ ഒരുപാട് വലിയ ഇൻട്രോയുടെ ആവശ്യമില്ല ഇക്കാര്യത്തിൽ. നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ടിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നിയമസഭയിൽ ഏതാണ്ട് 29,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ LDFനുള്ളൂ. കഴിഞ്ഞ തവണ UDF വലിയ നേട്ടം, വിജയം ഇവിടെ നേടിയതുമാണ്. തീർച്ചയായിട്ടും UDFനെ സംബന്ധിച്ച് UDFന്റെ പ്രധാനപ്പെട്ട ചില ഏരിയകൾ അടങ്ങിയിട്ടുള്ള മണ്ഡലമാണ്. നമുക്ക് റിസൾട്ടിലേക്ക് ഒന്ന് വന്നാൽ, വരൂ റിസൾട്ടിലേക്ക് നോക്കുമ്പോൾ നോക്കൂ, ഒരൊറ്റ പെർസെന്റേജിന് മുന്നിലാണ് ഫ്രാൻസിസ് ജോർജ്. തോമസ് ചാഴിക്കാടൻ എന്ന സിറ്റിംഗ് MP-യേക്കാൾ 1 പോയിന്റിന് മുൻപിലാണ്. എന്ന് പറഞ്ഞാൽ ഇഞ്ചോടിഞ്ച്. ഇത് ഒരു ഡയറക്റ്റ് ഫൈറ്റ് ആണ്. ശരിക്കും കോട്ടയത്തിന്റെ ഇത്തവണത്തെ ഫൈറ്റ് ബൈപോളാർ എന്ന് പറയാം. നമുക്ക് 2 ധ്രുവങ്ങളിൽ നിന്നിട്ട് 2 കേരള കോൺഗ്രസുകാർ ഏറ്റുമുട്ടുന്ന ഇരുധ്രുവ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുമ്പോൾ അവിടെ NDAയുടെ വോട്ട് ഷെയർ കഴിഞ്ഞ തവണത്തേക്കാൾ താഴെ പോകുന്നു എന്നുള്ളതാണ് സൂചന. അവിടെ കഴിഞ്ഞ പ്രാവശ്യം PC തോമസ് സ്വന്തം വോട്ടുകൾ കൂടി സമാഹരിച്ചിരിക്കാം. നമുക്കറിയാം, മൂവാറ്റുപുഴ ജയിച്ചിട്ടുള്ള ആളാണ് PC തോമസ്. PC തോമസ് അവിടെ കഴിഞ്ഞ തവണ 17.04% വോട്ട് PC തോമസ് കഴിഞ്ഞ തവണ കോട്ടയത്ത് നേടിയെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമ്പോൾ അത് 10ലേക്ക് ചുരുങ്ങുന്നു. പക്ഷേ ഇതിപ്പോ നമ്മളുടെ ഈ സർവേ സാമ്പിൾ കളക്ട് ചെയ്തിരിക്കുന്നത് 3 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിലാണ്. മാർച്ച് 3 മുതൽ 17. ഇനിയും സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് ഇറങ്ങി കൂടുതൽ കാര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളെയും സാമ്പിൾ കളക്ഷന്റെ അവസാന ദിവസങ്ങളിൽ മാത്രമാണ് തുഷാർ കളത്തിലേക്ക് വന്നത് പോലും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോട്ടയത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ്. നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ്. കോട്ടയം ഒരല്പം മുൻപിൽ, ഒരു പൊട്ടിക്ക് മുന്നിൽ ഫ്രാൻസിസ് ജോർജ്. അതാണ് കോട്ടയം. ഇനി 2 മണ്ഡലങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. അതിനു മുൻപ് 2 സംസ്ഥാനങ്ങളിലേക്ക് പോയി വരാം, മധ്യപ്രദേശും ഗുജറാത്തും. നമ്മളിനി 2 സംസ്ഥാനങ്ങളുടെ ഫലസൂചനകൾ ഒന്ന് അവലോകനം ചെയ്യാൻ പോവുകയാണ്. മധ്യപ്രദേശും ഗുജറാത്തും. 26 മുതൽ 28 സീറ്റുകൾ വരെ NDA ഇന്ത്യ സഖ്യത്തിന് 1 സീറ്റ് മുതൽ 2 സീറ്റ് വരെ കിട്ടിയാൽ കിട്ടി എന്ന് പറഞ്ഞാൽ നകുൽനാഥിന്റെ 1 സീറ്റ്, അതുകൂടാതെ 1 സീറ്റ് കൂടി പരമാവധി എന്നാണ് ഈ സർവേ പറയുന്നത്. ഒന്നും കിട്ടാതെ ഇരിക്കാം. 25, 26 സീറ്റാണുള്ളത്. 26 സീറ്റും BJP നേടാനാണ് സാധ്യത. എങ്ങനെയെങ്കിലും ചാൻസിൽ 1 സീറ്റ് കിട്ടിയാൽ അവിടെ കോൺഗ്രസുമായിട്ടൊക്കെ ഉണ്ടാക്കിയ സഖ്യത്തിന്റെ പേരിൽ അവിടെ ഒരു നല്ല മത്സരം നടക്കാം. ഇപ്പൊ ബറൂച്ച് പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ മത്സരം നടക്കാം. പക്ഷേ അതൊരു സീറ്റായി മാറുമോ എന്നുള്ളതാണ് അറിയാൻ. തീർച്ചയായിട്ടും ഗുജറാത്ത് ഏറെക്കുറെ വാക്ക് ഓവറാണ് BJPയെ സംബന്ധിച്ച്. മധ്യപ്രദേശിലും കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഈ കുറിയും ഉണ്ടാകില്ല എന്ന് പി മാർക്ക് സർവേ പറയുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തെക്കുറിച്ചുള്ള വോട്ടർമാരുടെ പ്രതികരണം അറിയാം. ഈ തിരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് അയോധ്യ വോട്ടാകും എന്നുള്ളതാണ്. രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ജനുവരി മാസം 22-ാം തീയതി നടന്നതിനെ തുടർന്ന് വലിയ യൂഫോറിയ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അത് അതേ അളവിൽ ഉത്തർപ്രദേശിലുള്ളതുപോലെ മധ്യപ്രദേശിലുള്ളതുപോലെ
കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിൽ അതേപോലെ ഉണ്ടാകും. എത്രത്തോളം ഉണ്ടാകും എന്ന് ചോദിക്കുന്നതായിരിക്കും കുറെ കൂടെ ശരി. അയോധ്യ വിഷയം, രാമക്ഷേത്ര വിഷയം ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ? മലയാളികളെ സ്വാധീനിക്കുമോ? ബി ജെ പിക്ക് ഗുണം ചെയ്യുമോ? അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമോ? ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിനുള്ള ഉത്തരം അറിയേണ്ടതുണ്ട്. അയോധ്യ വിഷയം കേരളത്തിൽ പ്രതിഫലിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോ കേരളത്തിൽ ബി ജെ പി ഗുണം ചെയ്യുമോ? 19% പേർ മാത്രമാണ് അത് ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ. ഇല്ല എന്ന് 67% ആളുകൾ പറയുന്നു. ഇല്ല എന്ന് 67% ആളുകൾ പറയുന്നു. ഒന്നും പറയാനില്ല എന്ന് 14% ആളുകൾ പറയുന്നു. അതിനർത്ഥം അയോധ്യ കേരളത്തിൽ ഏശുന്നില്ല എന്നുള്ളതാണ്. അയോധ്യ കേരളത്തിൽ ഏശുന്നില്ല. ഇത് സ്വാഭാവികമായി കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി തന്നെയാണ്. പക്ഷേ പുറത്ത്, പ്രത്യേകിച്ചും ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ഇതല്ല സ്ഥിതി. വെൽക്കം ബാക്ക്. നമ്മളിനി വളരെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. കോട്ടയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടുന്ന് ചങ്ങനാശ്ശേരി മുതൽ തുടങ്ങുന്ന വലിയ മാവേലിക്കര മണ്ഡലമുണ്ട്. വലിയ മണ്ഡലമാണ്. കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിന്റെ കൈയടക്കി വെച്ചിരിക്കുന്ന മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം. അത് മാവേലിക്കര മണ്ഡലം. അതിനുമുമ്പ് അടൂര് 89 മുതൽ 10ാമത്തെ തവണയാണ് കൊടിക്കുന്നിൽ സുരേഷ് തുടർച്ചയായി 2 പ്രാവശ്യം ഇടയ്ക്ക് തോറ്റെങ്കിലും തുടർച്ചയായി ലോക്സഭയിലേക്ക് മത്സരിക്കും. തീർച്ചയായിട്ടും കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ച് പുതിയ മാവേലിക്കര മണ്ഡലം രൂപീകൃതമായത് തൊട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതിനിടയ്ക്ക് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. ഇത്തവണ ഒരു യുവ നേതാവിനെ ഇറക്കി. CA അരുൺകുമാർ എന്ന അതുവരെ അത്ര മാവേലിക്കരയ്ക്ക് പുറത്ത് പ്രശസ്തനല്ലാത്ത യുവ നേതാവിനെ ഇറക്കി CPI തന്ത്രപൂർവ്വമുള്ള ഒരു ഫൈറ്റാണ് ഇത്തവണ നടത്തുന്നത്. യുവാവിന്റെ ഊർജവും പ്രസരിപ്പുമുള്ള നേതാവ്. വെച്ച് താമസിപ്പിക്കേണ്ട. മാവേലിക്കരയുടെ മനസ്സിൽ ആര് വരട്ടെ? മാവേലിക്കരയില് എന്താണ് സംഭവിക്കുന്നത്? മാവേലിക്കരയിൽ ഇതാ ഇഞ്ചോടിഞ്ച് പോരാട്ടം. തുല്യം 41-41. അതായത് പരിണിതപ്രജ്ഞനായ കൊടിക്കുന്നിൽ സുരേഷിനെ പുതുക്കക്കാരനായ തുടക്കക്കാരനായ CA അരുൺകുമാർ ഇതാ ഒപ്പത്തിനൊപ്പം പിടിച്ചിരിക്കുന്നു. 41% വെച്ച് രണ്ടു പേർക്കും. ഒപ്പത്തിനൊപ്പം 41 BJP 16%. ബൈജു കലാശാല 16% വോട്ടുകൾ. കഴിഞ്ഞ നിയമസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി 16% വോട്ടുകൾ നേടുമെന്നുള്ളതാണ് പ്രൊജക്ഷൻ. അതായത് കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ തവണ 45-ന് മുകളിൽ ശതമാനം വോട്ടുകൾ നേടി. അത് കുറയുന്നു, 41-ലേക്ക് കുറയുന്നു എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷിന് സേഫ് അല്ല ഇക്കുറി. നമുക്ക് ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കൂടി പോകാനുണ്ട്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് വേണ്ടത്. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് പറയുന്നു 53% പേർ. 53% പേർ തുറക്കില്ല എന്ന് പറയുമ്പോൾ 27% പേരാണ് തുറക്കും എന്ന് അഭിപ്രായപ്പെടുന്നത്. 20% പേർക്ക് അഭിപ്രായമേ ഇല്ല. അവർക്ക് അറിയില്ല തുറക്കുമോ ഇല്ലേ എന്നുള്ളത്, അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നില്ല. എന്തായാലും കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും വിചാരിക്കുന്നത് കേരളത്തിൽ ഇത്തവണയും BJP ലോക്സഭയിലേക്ക് ഒരു അക്കൗണ്ട് തുറക്കില്ല എന്ന്. വെൽക്കം ബാക്ക്. മാതൃഭൂമി ന്യൂസ് PMark അഭിപ്രായ സർവേയുടെ അവസാനത്തെ സെഗ്മെന്റിലേക്ക്, ഇന്നത്തെ അവസാനത്തെ സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. വടകരയെ കുറിച്ച് ആളുകൾ ഈ രീതിയിൽ ആകാംക്ഷയോടെ ഇരുന്ന എത്രയോ തെരഞ്ഞെടുപ്പുകൾ നടന്നു. 1991-ൽ ഇതുപോലെ വലിയൊരു ആകാംക്ഷ. വടകരയിൽ എന്ത് സംഭവിക്കുന്നു? കോലീബി സഖ്യം, അതിനെതിരെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി, എന്ത് സംഭവിക്കുന്നുവെന്ന് കേരളം മൊത്തം, രാഷ്ട്രീയ കേരളം മൊത്തം കാത്തിരുന്നു. എന്ന് പറയുന്ന പോലെയാണ് ഇത്തവണയും വടകരയെ കുറിച്ച് ഇത്ര വലിയ ആകാംക്ഷ, അല്ലെങ്കിൽ ആളുകൾ കാത്തിരിക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത്. നമുക്ക് പോകാം. അതിനു മുൻപ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നവകേരള സദസ്സ് LDF-ന് ഗുണമാകുമെന്ന് പറയുന്നത് 22% പേർ മാത്രമാണ്. അതായത് LDF-ന്റെ വോട്ടർമാർ പോലും നവകേരള സദസ്സ് കൊണ്ട് LDF-ന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും എന്ന് കരുതുന്നില്ല എന്ന് വേണം കരുതാൻ. അതെ, ഇല്ല എന്ന് പറയുന്നു 39%. ഇത് തിരിച്ചടിയാകും എന്ന് പറയുന്നു 28. ഏതാണ്ട് 67% പേർ. ആ ദിവസങ്ങളിൽ ഉണ്ടായ വിവാദങ്ങൾ, മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം, ഇതെല്ലാം LDF വോട്ടർമാരിൽ പോലും നെഗറ്റീവായിട്ടുള്ള രക്ഷാപ്രവർത്തനം, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കാണിച്ചുകൂട്ടിയിട്ടുള്ള അക്രമങ്ങൾ, പോലീസ് ലാത്തിച്ചാർജ്, പൂച്ചട്ടി കൊണ്ട് തലക്കടിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടാണ് എന്തായാലും വന്നു ഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ അഭിപ്രായ സർവേ പറയുന്നു. നമുക്ക് വടകരയിലേക്ക് പോകാം. വടകരയിലേക്ക് പോകുമ്പോൾ വടകര LDF-നെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച് നമ്മൾ വളരെ കാലത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതൊരു ഇടത് കോട്ടയായി അറിയപ്പെടുന്ന മണ്ഡലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ UDF-ന് ഒരു അപ്പർ ഹാൻഡ് കിട്ടുമ്പോഴും വടകര എപ്പോഴും LDF-നെ തുണയ്ക്കാറുണ്ടായിരുന്നു. സോഷ്യലിസ്റ്റുകളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ഒക്കെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു വടകര. ആ വടകര 2009 മുതൽ അവർക്ക് കൈമോശം വരികയാണ്. അതിന് ഒരു മറുപടി എന്നുള്ള നിലയിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി P. ജയരാജനെ അയച്ചു, നടന്നില്ല. ഇത്തവണ CPM-ന്റെ ഏറ്റവും പോപ്പുലറായ നേതാവ് KK ശൈലജ ടീച്ചറെയാണ് അങ്ങോട്ട് അയച്ചിരിക്കുന്നത്.
84,663 വോട്ടിനാണ് കഴിഞ്ഞ തവണ കെ മുരളീധരൻ സാക്ഷാൽ പി ജയരാജനെ വടകരയിൽ തോൽപ്പിച്ചത്. പക്ഷെ അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഏതാണ്ട് 74,284 വോട്ടിന്റെ ഭൂരിപക്ഷം അല്ലെങ്കിൽ വോട്ട് കൂടുതൽ അത് നിയമസഭയിലേക്കാണ് LDF-ന് കിട്ടി. ആകെ ഒറ്റ ഒരു സെഗ്മെന്റ് മാത്രമേ അവർ തോറ്റിട്ടുള്ളൂ. കെ രമ മത്സരിച്ച വടകര. അവിടെ മാത്രമാണ് UDF അല്ലെങ്കിൽ LDF-ന് പരാജയം നേരിട്ട്. അവിടെ കെ ശൈലജയും പെട്ടെന്നുണ്ടായ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഞാൻ ഒരു കാര്യം പറയാം, കോൺഗ്രസ് അല്ലെങ്കിൽ UDF അവരുടെ സ്ഥാനാർത്ഥി നിർണയം കൊണ്ട് ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ അല്ലെങ്കിൽ വലിയൊരു മത്സരത്തിൻ്റെതായ ഇംപ്രഷൻ ഉണ്ടാക്കിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് UDF. തീർച്ചയായും ഒരു സംശയവുമില്ല. ഷാഫി പറമ്പിൽ വടകര പോലെ ഒരു മണ്ഡലത്തിൽ, വടകരയിൽ നല്ല എവിടെയും ഏറ്റവും പ്രസന്റബിൾ ആയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. ശരിക്കും പറഞ്ഞാൽ UDF-ന്റെ ഇത്തവണത്തെ കോൺഗ്രസിന്റെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അത് എത്രമാത്രം ഗുണം ചെയ്തു എന്ന് നമ്മൾ അറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഷാഫി വലിയ ഓളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അപ്പുറത്ത് കെ ശൈലജ ടീച്ചർ എന്ന ഹേറ്റേഴ്സ് ഇല്ലാത്ത CPM-ലെ തന്നെ ഏറ്റവും ജനകീയയായ നേതാവാണ്. അപ്പോൾ വടകരയെ സംബന്ധിച്ച് നമുക്കിനി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണോ? വേണ്ട, ഇത്രയും നേരം വടകരയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ കാത്തിരുന്നതാണ്. യെസ്, വടകരയിൽ ഷാഫി പറമ്പിലോ കെ ശൈലജയോ? വടകരയുടെ മനസ്സിൽ എന്താണ്? വടകര എന്താണ് കാത്തു വെച്ചിരിക്കുന്നത്? വടകരയുടെ ഫലം ഇതാ പ്രേക്ഷകരുടെ സ്ക്രീനുകളിൽ. വടകര, യെസ്, വരട്ടെ റിസൾട്ട്. വൗ! ശൈലജ ടീച്ചർ വടകര CPM-ന് വേണ്ടി തിരിച്ചു പിടിക്കുന്നു എന്നാണ് ഈ ഒപ്പീനിയൻ പോൾ പറയുന്നത്. ഷാഫി പറമ്പിൽ 35% വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്ത് 22% വോട്ടുകൾ BJP-യുടെ പ്രഫുൽ കൃഷ്ണൻ നേടുന്നു. കെ ശൈലജയ്ക്കാണ് ഇത്തവണ വടകര എന്നുള്ളതാണ് ഈ ഒപ്പീനിയൻ പോളിലെ ഇതുവരെയുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന റിസൾട്ട്. ഈ ഫലം അനുസരിച്ച്, ഈ അഭിപ്രായ സർവേ അനുസരിച്ച് ക്ലിയർ എഡ്ജ് കെ ശൈലജയ്ക്ക് 6% വ്യത്യാസം. തീർച്ചയായും 41% വോട്ടുകൾ, 41% വോട്ടുകൾ കെ ശൈലജ, 35% വോട്ടുകൾ ഷാഫി പറമ്പിൽ, 22% വോട്ടുകൾ പ്രഫുൽ കൃഷ്ണ എന്നുള്ളതാണ് കണക്ക്. നോക്കൂ, ഇവിടെ കഴിഞ്ഞ തവണ പി ജയരാജനും 41.8% വോട്ടുകൾ കിട്ടിയിരുന്നു. LDF വോട്ട് ശതമാനം നിലനിർത്തുന്നു. യെസ്, UDF-ന്റെ 6% നഷ്ടപ്പെടുന്നു. UDF-ന്റെ വോട്ട് വിഹിതത്തിൽ വലിയ ഇടിവ് ഉണ്ടാവുന്നു എന്ന സൂചന. അതേസമയം LDF-ന്റെ വോട്ട് വിഹിതം അതുപോലെ തന്നെ നിലനിൽക്കുന്നു. ഇവിടെ ഞാൻ വളരെ വളരെ കോഷ്യസ് ആയ ഒരു കാര്യം പറയുകയാണ്. BJP-യുടെ വോട്ട് വിഹിതത്തിൽ വലിയൊരു ജമ്പ് ഈ സർവേ കാണിക്കുന്നുണ്ട്. അത് എത്രമാത്രം യഥാതഥമാണ്, എത്രമാത്രം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇതിനകത്ത് മാർജിൻ ഓഫ് എറർ എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടിയേ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ 7 മണ്ഡലങ്ങളും കഴിഞ്ഞു. അങ്ങനെ 14 മണ്ഡലങ്ങൾ. എത്ര വീതം UDF-നും LDF-നും എന്ന് ഒന്ന് നോക്കാം. 14-ൽ 10 UDF, 3 LDF, ഒരു ഇഞ്ചോടിഞ്ച് എന്നുള്ളതാണ്. മാവേലിക്കര ഇഞ്ചോടിഞ്ചാണ്. തിരുവനന്തപുരം, കൊല്ലം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ചാലക്കുടി, മലപ്പുറം, വയനാട്, കാസർഗോഡ് ഈ മണ്ഡലങ്ങൾ ഇപ്പോഴത്തെ നിലയിൽ UDF-ന് മേൽക്കൈയുള്ള മണ്ഡലങ്ങളാണ്. 3 മണ്ഡലങ്ങൾ LDF-നും. കണ്ണൂര്, പാലക്കാട്, വടകര LDF-ന് മേൽക്കൈയുള്ള മണ്ഡലങ്ങളാണ്. അതിനോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ മാവേലിക്കര ഇഞ്ചോടിഞ്ച്. അപ്പോ 14-ൽ 10 UDF. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വ്യക്തമായ മേൽക്കൈ എന്ന് സൂചന നൽകുന്നു മാതൃഭൂമി ന്യൂസ് PMark അഭിപ്രായ സർവേ. 3 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ ഒരൊറ്റ ലോക്സഭാ സീറ്റ് മാത്രം ജയിച്ചിരുന്ന LDF ഇതിനോടകം 3 മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിൽക്കുകയാണ് എന്ന് ഈ അഭിപ്രായ സർവേ സൂചിപ്പിക്കുന്നു. ഒരിടത്ത് ബലാബലം, മറ്റ് പല മണ്ഡലങ്ങളിലും വളരെ ചെറിയ വ്യത്യാസത്തിനാണ് ലീഡുകൾ എന്നുള്ളത് കൂടി നമ്മൾ അങ്ങനെയുള്ള മണ്ഡലങ്ങളുണ്ട്. കോട്ടയം, പത്തനംതിട്ട വളരെ വളരെ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങൾ. അതുകൊണ്ട് നമ്മൾ നിശ്ചയമായും വരാൻ പോകുന്ന ക്യാമ്പയിൻ ദിനങ്ങൾ, പ്രചരണ ദിനങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കാണുന്നു. ആ പ്രചരണ ദിവസങ്ങളിൽ വരുന്ന വിഷയങ്ങൾ, അവിടെ അഡ്വാൻറ്റേജ് എടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ, ഇതൊക്കെ വളരെ 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 നിർണായകമാകും ഈ തിരഞ്ഞെടുപ്പിൽ. ഇനിയുണ്ട് 6 മണ്ഡലങ്ങൾ. ഇനി 6 മണ്ഡലങ്ങൾ. അവസാനത്തെ 6 മണ്ഡലങ്ങളിൽ ഇനി ആർക്കും ഒരു സംശയവും വേണ്ട, തൃശ്ശൂരും ഉണ്ട്. നാളെ കാണാം. യെസ്, നാളെ കാണാം. നാളെയാണ് തൃശ്ശൂർ അടക്കമുള്ള മണ്ഡലങ്ങളുടെ ഒപ്പീനിയൻ പോൾ സർവേ ഫലങ്ങളുമായി നാളെ രാത്രി വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. അഭിപ്രായ ഫല സർവേയുടെ കൊട്ടിക്കലാശം, തൃശ്ശൂർ പൂരം നാളെ കാണാം. യെസ്.